അത്തരത്തിലുള്ള ഒരു വീടുകൾ എനിക്ക് തോന്നുന്നത് രജനീഷിൻ്റെയും എൻ്റെയും മാത്രം വീടുകളല്ല, ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും വീട്ടിൻ്റെ ഉള്ളിൽ അവർ മറച്ചു വെച്ചതോ അദൃശ്യം ചെയ്തതോ ആയിട്ടുള്ള അത്തരത്തിലുള്ള വീടുകളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഇരകളാക്കപ്പെടുന്നത് ആ വീടുകളിലെ കുട്ടികളും സ്ത്രീകളുമാണ്. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇതിൽ എന്തിനാ നിങ്ങൾ ഇങ്ങനത്തെ ഒരു അനുഭവം എഴുതിയത്? എൻ്റെ അമ്മയോട് പോലും പറയാത്ത ഒരു അനുഭവം ഈ 38-ാം വയസ്സിൽ അല്ലെങ്കിൽ 40-ാമത്തെ വയസ്സിൽ എഴുതാനുള്ള ധൈര്യം എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, വളരെ സ്വതന്ത്ര ചിന്താഗതിയും സ്നേഹവും കരുണയും ഒക്കെയുള്ള പാരൻസിൻ്റെ മകളായിട്ട് പോലും എനിക്ക് നേരിട്ട ആ ഒരു ഉപദ്രവം, ഒരു അബ്യൂസ് എനിക്ക് എൻ്റെ അമ്മ മരിക്കുന്നത് വരെ പറയാൻ എനിക്ക് അമ്മയോട് കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയാവുമ്പം ടോക്സിക്കായ പാരൻറ്റിങ് അനുഭവിക്കുന്ന, പ്രതിസന്ധിയിൽ ഉഴലുന്ന കുട്ടികൾ എങ്ങനെയാണ് അവരുടെ പാരൻസിനോട് തങ്ങൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ പറയുക? അങ്ങനെ പറയുമ്പോൾ കുട്ടി ചീത്തയാണ്, കുട്ടിയുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടി എന്തോ ചെയ്തിട്ടാണ്, ഒറ്റയ്ക്ക് നടന്നിട്ടാണ്, കുട്ടി ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, അത് കുട്ടിയാണ്. അപ്പം അങ്ങനത്തെ ഒരു മാനം അതിലുള്ളത് കൊണ്ട് അത് ലോകത്തോട് പറയണം എന്നുള്ളത് കൊണ്ടാണ് മറച്ചു വെക്കേണ്ടതും ഒളിച്ചു വെക്കേണ്ടതുമായ എൻ്റെ ജീവിതത്തിലെ ആ ഒരു ദുരനുഭവത്തെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്.